മെയിൻ്റെനൻസ് വളരെ കുറവാണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് നമുക്കൊരു കിഡ്ലം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. ടൊയോട്ട എത്തിയോസ് ലിവ ഫുൾ ലോൺ കൊടുക്കാം. അപ്പോൾ അതാണ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഡിപ്പെൻഡൻസ് നോക്കുക, ചെറിയ കിലോമീറ്ററുടെ DCT ഓട്ടോമാറ്റിക് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ, അതും ഫുൾ ബ്ലാക്ക് വാഹനം അല്ല. ഇത് നമുക്ക് ഇനി അതിന്റെ വൈറ്റ് വേണ്ടവർക്ക് ഒരു അടിപൊളി വാഹനം വീണ്ടും നമുക്ക് ഓഫറിൽ കൊടുക്കാം, ഓഫർ റേറ്റിൽ കൊടുക്കാം. 2013 Q3 ഓൺഷിപ്പ് 76,000 കിലോമീറ്റർ വണ്ടി, 76,000 കിലോമീറ്റർ. ടൊയോട്ടയുടെ ക്യാംറി വരുന്നുണ്ട്, അതും ഫുൾ ബ്ലാക്ക് അല്ല. 10 ലക്ഷം താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുമ്പോൾ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് 9,90,000 രൂപ. മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല, ലോൺ ചെയ്യാം. വീണ്ടും എഗെയിൻ നമുക്കൊരു ഓഡി, ഇന്നോവ, ഫോർച്യൂണർ, നെക്സോൺ, ക്രെറ്റ, അതേപോലെ താറുകളൊക്കെ ഒത്തിരി കളക്ഷൻസ്. അപ്പൊ ഏത് റേഞ്ചുള്ള ഏത് വാഹനങ്ങളും നല്ല ബെസ്റ്റ് പ്രൈസിൽ, അത് ക്വാളിറ്റി ഒക്കെ നമുക്ക് അഷ്യൂർ ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാംറി വരുന്നുണ്ട്, QV300 വരുന്നുണ്ട്, ഓഡി, ബെൻസ്, അതേപോലെ തന്നെ നമുക്ക് എല്ലാ റേഞ്ചിലും ഇന്ന് നമുക്ക് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെയും SUV-കളൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലുള്ള ഒരു കിഡൻ ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് പുതിയ വാഹനങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് വാറണ്ടി, അതേപോലെ തന്നെ പാൻ ഇന്ത്യ റോഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി, ഏകദേശം 130ഓളം ചെക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവർ വാഹനങ്ങൾ നമുക്ക് യാർഡിലേക്ക് കയറ്റുന്നത്. സോ അതേപോലെ തന്നെ നമുക്ക് 100% ആയിട്ട് മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് എഫക്റ്റ് ഇങ്ങനെ ഇല്ല എന്നുള്ള 100% ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം ചെറുവാഹനങ്ങളും നമുക്ക് ഇവിടെ എക്സ്ചേഞ്ചിൽ വന്ന വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫോക്കസ് മോട്ടോഴ്സിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഷമീം തന്നെയാണ്. ഷമീം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഫുള്ള് ഒരു ടൊയോട്ട കളക്ഷൻ ആണ് നമ്മൾ മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിച്ചത്. ഒന്ന് നെട്ടിക്കുന്ന പ്രൈസിലായിരുന്നു നമുക്ക് ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ 10 ലക്ഷം രൂപ മുതൽ നമുക്ക് ക്രിസ്റ്റകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് താർന്നു തുടങ്ങാം അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഈവൻ ലേഡീസ് ആയാലും ജെൻസ് ആയാലും പ്രായമുള്ളവരൊക്കെ ആയാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ താറ്. നമുക്ക് 3 എണ്ണം നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് താറിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് തന്നെ ഇതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. 2020-21 രജിസ്ട്രേഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ഹാർഡ് ടോപ്പിലെ ഏറ്റവും ഹൈ എൻഡ്, അതും ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കില്, അതും ഫാൻസി നമ്പർ 1111 നമ്പറൊക്കെ വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലെ. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്, അതേപോലെ ഹെഡ് ലാംപ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുള്ള വാഹനം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ ബ്ലാക്കിൽ ഹാർഡ് ടോപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക്കില് ഒരു കിഡ്ലം വാഹനം. എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 2020-21 രജിസ്ട്രേഷൻ വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 98,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തോണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? നമുക്കൊരു 14,60 കൊടുക്കാം. 14,60 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ്, അതും അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും വന്നിട്ടുള്ള വാഹനം അല്ല. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വാഹനം ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 13 ലക്ഷം ലോൺ ഒരു 1.5 ലക്ഷം സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് താർ തന്നെയാണ്. ഇതൊരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഡീസൽ മാനുവൽ 2021 മോഡൽ. അപ്പൊ മാനുവൽ വേണ്ടവർക്ക് മാനുവൽ, ഓട്ടോമാറ്റിക് വേണ്ട ഓട്ടോമാറ്റിക്. ഇത് ഡീസലില് ഏറ്റവും ടോപ്പ് എൻഡില് മാനുവൽ 4x4 ഇല്ല. എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 87,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ഇത് നമുക്കൊരു 14 രൂപക്ക് ചെയ്തു കൊടുക്കും. 14 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലൊക്കെ നമുക്ക് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഹിസ്റ്ററി എല്ലാം പക്കയാണല്ലോ വണ്ടി. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 1.5 ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. then വീണ്ടും നമുക്ക് അഗൈൻ ഒരു പെട്രോൾ വേണ്ടവർക്ക് പെട്രോളും ഉണ്ട്. അപ്പൊ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടിയോ. ലോ കിലോമീറ്റർ ആണ്. നമ്മൾ ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. പിന്നെ എല്ലാ ഹിസ്റ്ററി എല്ലാം പക്കയാണ്, സർവീസ് ഉള്ള വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി വരുന്നത്. എത്ര ഈ വാഹനത്തിന്? 13,40 ചെയ്തു കൊടുക്കും. 13,40 ഏറ്റവും ടോപ്പ് എൻഡില് 4x4 ഓട്ടോമാറ്റിക് ആണ്. 13,40 നമുക്ക് ഫാൻസി നമ്പർ ഒക്കെ എല്ലാം വരുന്ന വണ്ടി അല്ല. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലാക്ക് ഉണ്ടെങ്കിൽ 1 ലാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മൾ ക്രെറ്റയിലെ 3rd ജെൻ. നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ്, അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. അത് ഫുൾ ബ്ലാക്കിൽ ഒരു ക്രെറ്റ വേണ്ടവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഇത്? നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം അല്ല. അതെ, വാറണ്ടി ഉള്ള വാഹനമാണ്. 1 ഇയർ വാറണ്ടി. അതും ഫുൾ ബ്ലാക്കിൽ ക്രെറ്റ, അതും DCT ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022-23 രജിസ്ട്രേഷൻ വരുന്ന ക്രെറ്റ. ഓക്കെ. ഇത് 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കേട്ടോ. ഓക്കെ. ഇത് 1245 SXO
സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് എല്ലാം വരുന്നത് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്, DCT ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ പറഞ്ഞത് ഇത് 62,000 കിലോമീറ്റർ. 62,000 കിലോമീറ്റർ അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കൊരു 12,45 ചെയ്തു. 12,45 ഒരു ബെസ്റ്റ് പ്രൈസിന് ഫുൾ ലോൺ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. അപ്പോൾ അതാണ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഡിപ്പെൻഡൻസ് നോക്കുക, ചെറിയ കിലോമീറ്ററോടെ DCT ഓട്ടോമാറ്റിക് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ അതും ഫുൾ ബ്ലാക്ക് വാഹനം അല്ല. ഇത് നമുക്ക് ഇനി അതിന്റെ വൈറ്റ് വേണ്ടവർക്ക് ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2023 വണ്ടി, 2023 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 54,000 കിലോമീറ്റർ. മാനുവൽ വണ്ടി കേട്ടോ, മാനുവൽ വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. ഇത് പെട്രോൾ തന്നെയാണ് വരുന്നത്, പെട്രോൾ ആണ് വരുന്നത്. പിന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. അതും 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 14 ലക്ഷം. 14 ലക്ഷം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 1 ലാക്ക് ഉണ്ടെങ്കിൽ 1 ലാക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ ക്ലച്ച് നോക്കുന്നവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ഇതും നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ 2 ക്ലച്ച് നമുക്ക് ഉണ്ടാവും. ഇനി അതല്ല, ഒന്നുകൂടി നമുക്കൊരു ബഡ്ജറ്റ് കൂടെ തന്നെ നമുക്ക് ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു നെക്സോൺ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2019 മോഡൽ, 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം നല്ലൊരു കിഡ്ലം ബെസ്റ്റ് യു വി തന്നെ പറയാം. നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 660 കൊടുക്കാം. 660 അല്ലേ? ബെസ്റ്റ് പ്രൈസ്. 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റൂല? അതെ, ഒരു 50 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രിസ്റ്റ്യൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് നമുക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹൈബ്രിഡിൽ ഒരു പ്രീമിയം ലെവലിൽ നല്ല ഹൈബ്രിഡിൽ ഒരു കിഡ്ലം വാഹനം നോക്കുന്നത് ടയോട്ടയുടെ ക്യാംറി വരുന്നുണ്ട്, അതും ഫുൾ ബ്ലാക്ക് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ, 1 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഹൈബ്രിഡ് സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഹൈബ്രിഡും ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇല്ല? അപ്പോൾ നമുക്ക് പക്ക സർവീസ് എല്ലാം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. പ്രോപ്പർ സർവീസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തതാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പക്ക ക്വാളിറ്റി ഉണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 14,000 റേഞ്ചിൽ കൊടുക്കാം. നമുക്ക് കേരള വണ്ടി തന്നെയല്ലേ വരുന്നത്? അല്ല, NOC ഉള്ള പ്രൈസ് ആണ് വരുന്നത്. 14,000 റേഞ്ചിൽ കൊടുക്കും. 14 റേഞ്ചിൽ കൊടുക്കാൻ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്പറായി കഴിഞ്ഞാൽ മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഹൈബ്രിഡ് ആണ്, സോ നല്ല മൈലേജും കിട്ടുന്ന ഒരു അത്യാവശ്യം നല്ല മൈലേജ്. ഇത് നമുക്കൊരു SUV 300 അല്ലേ? EV ഇലക്ട്രിക് വെഹിക്കിൾ, ഇലക്ട്രിക് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് EV ആണ്. അപ്പോൾ EV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ്, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. നമുക്ക് ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും? 400 പക്ക ഒരു ഫുൾ ചാർജ് നമുക്ക് 400 വരെ നമുക്ക് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ EV ആണ്, മഹീന്ദ്രയുടെ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. നമുക്ക് സൺറൂഫ് വരുന്നില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 61,000 കിലോമീറ്റർ. 2023-24 രജിസ്ട്രേഷൻ വണ്ടി. അപ്പോൾ നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ട്, എല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് 400 വരെ നമുക്ക് ഒറ്റ ചാർജിൽ കിലോമീറ്റർ കിട്ടുന്ന വാഹനമാണ്. എത്ര ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സെക്കൻഡ്. എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 13,000 റേഞ്ചിൽ കൊടുക്കാം. 13,000 റേഞ്ചിന് കൊടുക്കാം. പ്രശ്നം ഏകദേശം 18 അടുത്ത് വരുന്ന 18 രൂപ റേഞ്ച് വരുന്ന ഒരു 5 ലക്ഷത്തിന്റെ ഡിഫറൻസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ നമുക്ക് മാക്സിമം നോക്കാം അല്ല. ഇത് നമുക്കൊരു Audi Q3 അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് ഫുൾ ബ്ലാക്കിൽ? 2014 വണ്ടി. 14 വണ്ടി. കേരള വണ്ടിയാണോ അത്? കേരള വണ്ടിയല്ല, സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1.17 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എല്ലാ സർവീസും എല്ലാം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ നിലവിലുള്ള ഒരു വാഹനമാണ്. എത്രയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 12 ലക്ഷം രൂപ കൊടുക്കും. 12 NOC-ൽ നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് വാഹനം കൊണ്ടുപോകുകയും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ബെൻസ് ML 350 അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക്? 2012 ഒറിജിനൽ കേരള 12ാം മാസം വണ്ടി. ഒറിജിനൽ കേരള വാഹനമാണ്. ഇത് 2012 ആണെന്നൊന്നും ആരും പറയില്ല. അത്ര നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രോളിക് ഹൈറ്റ് പൊക്കാനും ഇതാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നമുക്ക് ഇറങ്ങി മനസ്സിൽ ഹിറ്റ് ആയ ഒരു മോഡൽ SUV ടൈപ്പിൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഓൺഷിപ്പ്? എങ്ങനെയായിരുന്നു ഇത്? 2012 മാസം വണ്ടി. 1.21 തൊട്ട് സെക്കൻഡ് ഓൺഷിപ്പ്, ഒറിജിനൽ കേരള ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 17,000 റേഞ്ചിൽ. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്.
സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള പ്രോപ്പർ സർവീസ് മൈലേജ് എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്കൊരു ഡാർക്ക് എഡിഷനിൽ ഒരു ആരിയർ ഡീസലാണ്. ടാറ്റയിൽ നമുക്ക് ഇത്രയും ഒരു പക്ക ക്വാളിറ്റി യാത്ര കംഫർട്ടുള്ള ഒരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2021 മോഡൽ 60,000 ഓട്ടം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 60,000 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ. നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാറണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് 60,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 12.25. 12.25 ഒരു ബെസ്റ്റ് പ്രൈസ്. ഫുൾ ഓൺ ആണെങ്കിൽ ഫുൾ ഓണും ചെയ്യാം. അപ്പോൾ അതാണ് ഡീസൽ വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്, ഡാർക്ക് എഡിഷൻ ആണ്. നമുക്ക് ട്രാക്ക് ഉണ്ടോ, 0 ഡൗൺ പേയ്മെന്റിൽ ആരിയറും കൊണ്ടാകും പോകാം കേട്ടോ. ഇത് നമുക്കൊരു ബെൻസ്. ഇത് ഏതായിരുന്നു ക്ലാസ്? സി ക്ലാസ് 2013-14 രജിസ്ട്രേഷൻ വണ്ടി 250 ആണോ വരുന്നത്? 250. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണെങ്കിൽ ഒരു ഹാച്ച് ബാക്കിന്റെ വരെ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡലൊക്കെ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്കൊരു 990 കൊടുക്കാം. 990, അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില് നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. അതായത് 10 ലക്ഷം താഴെ ബഡ്ജറ്റില് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുമ്പോൾ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. 9,90,000 രൂപ. മാക്സിമം ലോണും ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാം. വീണ്ടും എഗെയിൻ നമുക്കൊരു ഓഡി Q3 തന്നെയാണ്. എങ്ങനെയായിരുന്നു? കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള 2014 വണ്ടി. 2014 മോഡല്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1 ലക്ഷം പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി കേട്ടോ. ഓക്കെ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു 15.25 നമുക്ക് ചെയ്യാം. 15.25 നമുക്ക് ചെയ്യാം. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്ത്യ സൈഡ് നോക്കി നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 5 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി 5 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ദെൻ അഗൈൻ നമുക്ക് ഒരു BM ആണ്. BMന്റെ ഏതായിരുന്നു സീരീസ്? 5 സീരീസ് ആണ്. 5 സീരീസ് ആണ് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു സീരീസ് കൂടിയാണ്. 2014-15 കേരള വണ്ടി, ഒറിജിനൽ കേരള വാഹനം. എങ്ങനെയായിരുന്നു? 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്, പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. എല്ലാം നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് പക്ക ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്രയായിരുന്നു ഈ വാഹനം? നമുക്കൊരു 17 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കേരള വണ്ടി. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. 17 ലക്ഷം രൂപ അല്ലെ. ഒരു 2 lakh കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഒരു 5 lakh ആ റേഞ്ച് ഒക്കെ. 5 lakh ഒക്കെ നമുക്ക് പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ട് മോഡൽ ഇയർ കുറവായതുകൊണ്ട് നമുക്ക് ആ റേഞ്ച് കാണണം അല്ലേ. അഗൈൻ വീണ്ടും നമുക്ക് ഓഫറിൽ കൊടുക്കാം, ഓഫർ റേറ്റിൽ കൊടുക്കാം. 2013 Q3 സിംഗിൾ ഓൺഷിപ്പ് 76,000 കിലോമീറ്റർ വണ്ടി. 76,000 കിലോമീറ്റർ അല്ലേ. എല്ലാം നമുക്ക് ഒറിജിനൽ കേരള വണ്ടി അല്ലേ. കേരള വണ്ടി NOC നമുക്ക് 890 കൊടുക്കാം. 890. അതായത് ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് 2013 ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലെ. നല്ല ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പ്രോപ്പർ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയിൽ 890 നമുക്ക് ചെയ്യാൻ പറ്റും. NOC പ്രൈസ് ആണ്. മോഡൽ 2013 ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഒത്തിരി നമുക്ക് എക്സ്ചേഞ്ച് വന്ന കുറച്ച് വാഹനങ്ങളോട് പരിചയപ്പെടാം. ഫസ്റ്റ് ഇതിനെ ടയോട്ടന്റെ ഒരു അർബൻ ക്രൂയിസർ, അതും അടിപൊളി കളർ ഡെൽറ്റൂൺ ഒക്കെ വരുന്ന ഒരു അർബൻ ക്രൂയിസർ 2022 36,000 സിംഗിൾ ഓൺഷിപ്പ് 0 ക്ലെയിം വണ്ടി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് 0 ക്ലെയിം ആണ്. വെറും 36,000 കിലോമീറ്റർ, അതും 22 മോഡൽ. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ്. എങ്ങനെയായിരുന്നു? നമുക്ക് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 890 മാറ്റം എടുത്തുകൊടുക്കാം. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കും? 14-13 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കും. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ 1 lakh ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഹൈലൈറ്റ് മറക്കുന്ന സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 36,000 കിലോമീറ്റർ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന 0 ക്ലെയിം വണ്ടി. ഇത് നമുക്ക് അടുത്തത് നമുക്ക് മൈലേജും അതേപോലെ തന്നെ ലോ മെയിൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ടയുടെ അമേസ്. കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു ഫാമിലി വെഹിക്കിൾ തന്നെ പറയാം. നല്ല യാത്രാ കംഫർട്ടൊക്കെ വരുന്ന സെഡാനാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2021 മോഡൽ 52,000 ഓട്ടം സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. എങ്ങനെയായിരുന്നു? നമുക്ക് എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിൽ? നമുക്ക് 760 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 60 രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. ഇത് നമുക്കൊരു കിഡ്ലം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. ടയോട്ട എത്തിയോസ് ലിവ, അതും ഡുവൽ ടൂൺ ആണ്, റെഡ് ആൻഡ് ബ്ലാക്ക് അല്ല. വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാഹനം. എങ്ങനെയായിരുന്നു? നമുക്ക് വാറണ്ടി കൊടുക്കാം. എങ്ങനെ? കേരള വണ്ടിയാണോ? അല്ല, നമ്പർ ആയ വണ്ടിയാണ്. 2018 വണ്ടി, 1.33 ഓടിയുണ്ട്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് 6 മാസം വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 640 കൊടുക്കാം. 640 നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. 640
പ്രൊവൈഡ് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് ഒരു 6 മാസം വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 10-60 രൂപ വണ്ടി ഇറക്കാം അല്ല. ഇത് നമുക്കൊരു എത്തിയോസ് ലിവ് തന്നെയാണ്. 2015 കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി ഇല്ല, വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? കിലോമീറ്റർ ഓൺഷിപ്പ് സെക്കൻഡ് ആണ്, പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത് GD അല്ലേ? എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 480 കൊടുക്കാം. 480 നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്റീരിയർ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. കേരള വണ്ടിയാട്ടോ, കേരള വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോക്സ് മോഡലിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഷമീമായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ, എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷമീം സൈനിങ്.